ഇത് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വാക്കുകളാണ്. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്. മറുപടി എപ്പോൾ പറയണം എന്നൊരു അവകാശമെങ്കിലും എനിക്ക് വിട്ടുതരൂ. ഇതാണ് പറഞ്ഞത് വി.ഡി. സതീശൻ. എന്തായിരുന്നു ചോദ്യം? പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തി, അതേക്കുറിച്ച് ഒരു പ്രതികരണം വേണം. 11-12 തവണ വി.ഡി. സതീശനെ കണ്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. പക്ഷേ ഒരക്ഷരം പോലും മറുപടി പറയാതെ അദ്ദേഹം ഒളിക്കുകയായിരുന്നു. ഒന്നും പറഞ്ഞില്ല. തലയാട്ടിയും ചിരിച്ചും മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ നിന്നു മറുപടി പറയാതെ. ഇതേക്കുറിച്ചാണ് വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. അപ്പോഴാണ് വി.ഡി. സതീശൻ പറയുന്നത്, മറുപടി എപ്പോൾ പറയണമെന്നൊരു അവകാശം അത് എനിക്ക് വിട്ടുതരൂ എന്ന്, അതെങ്കിലും തരൂ എന്ന്. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ വി.ഡി. സതീശൻ നേരത്തെ പറഞ്ഞത്, ഓർക്കുന്നില്ലേ? പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരെ കാണുന്നില്ല, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല, വാർത്താ സമ്മേളനം പ്രഹസനമല്ലേ എന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയൻ ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച ആളാണ് വി.ഡി. സതീശൻ. അതിന് എല്ലാം ഒത്താശയും ചെയ്ത് കൊടുത്തവരാണ് മാധ്യമപ്രവർത്തകർ. ഇപ്പോൾ അതേ മാധ്യമപ്രവർത്തകരോട് പറയുകയാണ് വി.ഡി. സതീശൻ, ഇപ്പോൾ എനിക്ക് തോന്നുമ്പോൾ മാത്രമേ ഞാൻ പ്രതികരിക്കുകയുള്ളൂ, എല്ലാ സമയത്തും ഒന്നും പ്രതികരിക്കില്ല എന്ന്. കഴിഞ്ഞ ദിവസം വരെ മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം വരെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇങ്ങനെ ആയിരുന്നില്ല വി.ഡി. സതീശൻ പെരുമാറിയിരുന്നത്. അദ്ദേഹം പറഞ്ഞത്, ചോദിക്കൂ, നിങ്ങൾ എന്ത് വേണം ചോദിക്കൂ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞിട്ടേ ഞാൻ പോവുകയുള്ളൂ. ഇതായിരുന്നു വി.ഡി. സതീശന്റെ നിലപാട്. എന്നാൽ പെട്ടെന്ന് നിലപാട് മാറുകയാണ്. കന്റോൺമെന്റ് ഹൗസിലേക്ക് ഗേറ്റ് എല്ലാ സമയത്തും തുറന്നിട്ടിരിക്കുന്ന സ്ഥലമാണ്, അവിടെ നിങ്ങൾക്ക് എപ്പോൾ വരാം, എന്തും ചോദിക്കാം എന്നൊക്കെയാണ് നേരത്തെ വി.ഡി. സതീശൻ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് കന്റോൺമെന്റ് ഹൗസിലേക്ക്, മുഖ്യമന്ത്രി ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലേക്ക് പ്രവേശനമില്ല, പ്രവേശനം തടഞ്ഞിരിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ ജനാധിപത്യവാദി എന്ന് മാധ്യമങ്ങൾ പുകഴ്ത്തുന്ന, സ്വയം പറഞ്ഞു നടക്കുന്ന വി.ഡി. സതീശന്റെ നിലപാട്. അതേസമയം അപ്പുറത്ത് ഇതേ നിലപാട് സ്വീകരിച്ചു. എനിക്ക് എന്തെങ്കിലും നിങ്ങളോട് പറയാനുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളെ വിളിക്കും, ആ സമയത്ത് നമുക്ക് സംസാരിക്കാം, അതല്ലെങ്കിൽ വാർത്താ സമ്മേളനം വിളിക്കും, അപ്പോൾ സംസാരിക്കാം. എവിടെ പോകുമ്പോഴും പിറകെ മൈക്കും കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇത് പറഞ്ഞത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അങ്ങനെ പറഞ്ഞ പിണറായി വിജയൻ ഏകാധിപതി, ധാർഷ്ട്യക്കാരൻ, ഇങ്ങനെയൊക്കെയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുവെച്ച് അന്തിച്ചർച്ച നടത്തുകയും പിണറായി വിജയന്റെ മുകളിൽ കുതിര കയറുകയും ചെയ്ത എത്രയോ ആങ്കർമാരുണ്ട്, എത്രയോ യൂട്യൂബർമാരുണ്ട്. അവരുടെയൊക്കെ മുഖത്ത് നോക്കി ഇപ്പോൾ വി.ഡി. സതീശൻ പറയുകയാണ്, ഞാൻ എല്ലാ സമയത്തും നിങ്ങളോട് മറുപടി പറയില്ല, എപ്പോഴും മറുപടി പറയണമെന്ന ആ സമയം ഞാൻ നിശ്ചയിക്കും എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരെ ആട്ടിയോടിക്കുന്നത്, കന്റോൺമെന്റ് ഹൗസിൽ ഔദ്യോഗിക വസതിയിൽ കയറാൻ അനുവദിക്കാതെ മാധ്യമപ്രവർത്തകരെ ഗേറ്റിന് പുറത്തു നിർത്തുന്നത് എന്നോർക്കണം. ഒരു ചൊല്ലുണ്ട്, ഇപ്പോൾ വെളിപ്പുറത്താണ് അതിൻ്റെ ഫലം ലഭിക്കുന്നത് എന്ന്. അതുപോലെയാണ് കാര്യങ്ങൾ. ഇന്നലെ വരെ പറഞ്ഞത് ഇന്ന് ഒരു ദിവസം കൊണ്ട് മാറ്റിപ്പറയുന്ന മായാജാലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വി.ഡി. സതീശനെ സംബന്ധിച്ച്. അപ്പോഴും വി.ഡി. സതീശനെ പുകഴ്ത്താനും അത് ശരിയല്ലേ, അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ എന്നൊക്കെ പറയാനും നമ്മുടെ മാധ്യമപ്രവർത്തകർ തയ്യാറായി നിൽക്കുന്നു എന്നത് ദയനീയമായ ഒരു കാഴ്ച തന്നെയാണ്.